ഒരുപാടുണ്ട്. സ്റ്റീഫൻ ആർത്തവയെ പോലുള്ള ഇന്റർനാഷണൽ താരങ്ങളുണ്ട്. അവരൊക്കെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്ന വാരൻ ബഫറ്റിനെ പോലുള്ള വ്യക്തി, ലോകത്തിലെ ടോപ്പ് റിച്ചസ്റ്റ് പേഴ്സൺസ് 10 എടുത്താൽ അതിലൊരു വ്യക്തിയാണ് മിസ്റ്റർ വാരൻ ബഫറ്റിനെ പോലെയുള്ള ആൾക്കാർ. ഈ വ്യക്തിയൊക്കെ ഇന്ന് 2 പ്രധാന ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി വാങ്ങി. നിങ്ങൾ ആവശ്യവും ഇത്രയും പവറാണ് ഈ ഇൻഡസ്ട്രി നടക്കുന്നത്. നമ്മളിപ്പോഴും ഇത് ചെയ്യാതിരിക്കുന്നത് എന്താണ്? ബാലവണി ടീച്ചർ അങ്ങനെ പറഞ്ഞില്ലല്ലോ, എന്റെ മാഷ അങ്ങനെ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിലെ അബുട്ടി മാഷ അങ്ങനെ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിലെ ചേട്ടൻ ചേട്ടത്തി അല്ലെങ്കിൽ ഇക്കാക്ക താത്ത ഇങ്ങനെ പറഞ്ഞില്ല. അതാണ് നമ്മൾ നോക്കുന്നത്. ലോകത്തിലെ ആളുകളൊക്കെ മാറി, അതാണ് സീന്. അപ്പൊ നോക്കുമ്പോ വാരൻ ബഫറ്റ് അങ്ങനെ പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ റിച്ചാർഡ് ബ്രാൻസൺ വെർജിൻ ഗ്രൂപ്പിന്റെ വലിയ വലിയ കാര്യങ്ങളാണ്. 400ഓളം കമ്പനിയുടെ ചെയർമാനാണ് മിസ്റ്റർ റിച്ചാർഡ് ബ്രാൻസൺ, അല്ലേ? ഇപ്പൊ ലുലു എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ആണോ അല്ലേ? അത് ആരുടെ കമ്പനിയാണ്? അല്ലെങ്കിൽ ആരുടെ അതാണ് എംബറാണ്? മിസ്റ്റർ യൂസുഫ് അലി, ആണോ അല്ലേ? അങ്ങനത്തെ 400 ലുലുവിന്റെ മുതലാളിയാണ് ആര്? മിസ്റ്റർ റിച്ചാർഡ് ബ്രാൻസൺ. അയാൾ വരെ പറയണത് ഇനി വരാൻ പോണ ഇവ നെറ്റ്വർക്ക് ആണെന്ന്. അയാൾക്ക് കൂടി ചെയ്യാത്തത് നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞെന്നപ്പോ നമ്മൾ പറയുന്നത് ആലോചിച്ചു. നാട്ടിലേക്ക് വെയിറ്റ് ചെയ്യല്ലേ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ടൈം സ്പോയിലായി പോകുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ നീതി ആയോഗിന്റെ ചെയർമാനും പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡുമാകുന്ന മിസ്റ്റർ അമിതാഭ് കാന്ത് IAS പോലുള്ള ആളുകൾ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യ നീഡ്സ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ്. ഇന്ത്യക്ക് ഇനി ഇൻഡസ്ട്രി കൂടിയേ തീരും, വേറെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയ്ക്ക് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ചെയർമാൻ. ഇന്ത്യ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് പറയാണ് ഇനി ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഏത് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? സോ സീരിയസ്ലി ടേക്ക് ദ ഡിസിഷൻ, പെട്ടെന്ന് തീരുമാനം എടുക്കുക.